പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനുള്ളവരെ കർത്താവ് കൂട്ടത്തിൽ കു- ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കപ്പന്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധനകളെ, സങ്കീർത്തന വായനകളെ, വചന സന്ദേശം, മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം അപ്പന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചന്തോചിതവുമായി ചെയ്തു തരാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ലെസ്സി പാട്ട് പാടുവോ? പാടാം. ബ്ലെസ്സി എന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നേ. പാടിക്കോ 2 പാട്ട്, അമ്മ കയറിയില്ലല്ലോ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ഗ്രേസി ആന്റിക്കും ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പം ഞാൻ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എന്റെ രക്ഷ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നേരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ.
സങ്കീർത്തനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മൾ ഏത് സാഹചര്യത്തിലും കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ ദൈവശക്തനാണ്. ഏത് സാഹചര്യത്തിലും നമ്മൾ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. മൊർദെഖായിയുടെ ആ ഒരു മൊർദെഖായിക്കെതിരായിട്ട് ഹാമാൻ കഴുകുമരം ഒരുക്കുമ്പോൾ ഹാമാന്റെ ഭാര്യ ഇപ്രകാരം പറയുന്നു, അവൻ യഹൂദ വംശക്കാരനെങ്കിൽ നീ വീഴുവാൻ തുടങ്ങി. ദിവസങ്ങളിൽ നമ്മൾ ഏത് പ്രശ്നങ്ങളും കടന്നു പോയാലും ശത്രു എത്ര പരിശോധനകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമ്മൾ സ്തുതിച്ച് പാടുമ്പോൾ കർത്താവ് അവിടെ നമുക്ക് വേണ്ടി വിജയം നൽകും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനാ മാർവതിൽ, കേൾക്കുന്നു നാദനിമ്പസ്വരം, മുന്നോട്ടു പോയിടാൻ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനാ മാർവതിൽ, കേൾക്കുന്നു നാദനിമ്പസ്വരം, മുൻപോട്ടു പോയിടാൻ. ഹല്ലേലൂയാ, 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 ആമേൻ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായ എന്നെ നടത്തിടും, വിശ്വസ്തനെന്നെ വിളിച്ചതാൽ നടത്തുമന്ത്യം വരെ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായ എന്നെ നടത്തിടും, വിശ്വസ്തനെന്നെ വിളിച്ചതാൽ നടത്തുമന്ത്യം വരെ. ഹല്ലേലൂയാ, 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 ആമേൻ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാൽ. ഏകനായി തീർന്നിടും വേളയിൽ, ശോധനയേറിടും നേരത്തിൽ, ഇല്ലതെല്ലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാൽ. ഹല്ലേലൂയാ, 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 ആമേൻ. പാടും ഞാനായുസ്സിന്നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനെ, സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആ നൽ സന്തോഷത്തെ. ഹല്ലേലൂയാ, 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 ആമേൻ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനാ മാർവതിൽ, കേൾക്കുന്നു നാദനിമ്പസ്വരം, മുന്നോട്ടു പോയിടാൻ. ഹല്ലേലൂയാ, 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 ആമേൻ. പാടൊരു ലെസ്ലി, പാട്ടും കൂടെ. ഒരു പാട്ടും കൂടെ പാടിക്കേ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ, തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ
ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. 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 സ്തോത്രം കർത്താവെ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ ബ്ലെസ്സിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി ഇനിയും മകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് സങ്കീർത്തനം വായനയ്ക്കുള്ള സമയമാണ്. അതിനായി ജെഫിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ് കണ്ടിന്യൂ. വായിക്കാൻ സംഘടന വായിച്ചു. കാരണം വെച്ചാലേ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല, ബഹളോ. ഓക്കെ, ഞാൻ വായിക്കാം, പ്രബോധിപ്പിച്ചാൽ മതി. 40-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിനെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു.
ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മുയൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. സ്തോത്രം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 40-ാം സങ്കീർത്തനം വായിക്കാൻ ദൈവം നമുക്കിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യാൽ പാടുവാൻ ദൈവാസിയെ ബലപ്പെടുത്തി, വീഡിയോ ദൈവമക്കളെ ദൈവാസിയെ ബലപ്പെടുത്തി സങ്കീർത്തനം വായിപ്പാൻ സങ്കീർത്തനം കൂടെ പ്രബോധനമായിട്ട് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെരിയിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളിൽ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഈ സങ്കീർത്തനത്തെ പറ്റി, ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ്, നമുക്ക് പഠിക്കാം. അതിന്റെ ഹെഡിങ് ആണ്. ഇപ്പൊ ദാവീദിന്റെ സങ്കീർത്തനം എന്ന ഈ സങ്കീർത്തനത്തെ പറ്റി ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദാവീദ് തന്റെ കഷ്ടതയിലെ, തന്റെ ഭാരത്തിലെ, തന്റെ പ്രയാസത്തില്, താനായിരുന്ന മേഖലയിൽ, കാരണം തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് താൻ ഓടിപ്പോയപ്പോൾ, ശബല് തന്നെ കൊല്ലാൻ പതിയിരുന്ന സ്ഥാനത്ത്, അതുപോലെ വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, താൻ ദുഷ്ടമൃഗങ്ങളുടെ മറ്റു ഇടയിലായിരുന്നപ്പോൾ, താൻ എല്ലാ കാലത്തും അവൻ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എല്ലാ കാലത്തും യഹോവയ്ക്കായി കാത്തിരുന്ന ഒരു അവസ്ഥ നമുക്ക് കേൾക്കുവാനായിട്ട്. ദാവീദിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. എപ്പോഴും നമ്മൾ വചനങ്ങൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് സങ്കീർത്തനം നമ്മൾ കേൾക്കുന്നതാണ്, വചനങ്ങൾ കേൾക്കുന്നതാണ്. ദാവീദ് യഹോവയ്ക്കായി കാത്തുകാരുന്നു. അവന്റെ പ്രശ്നത്തിൽ, അവന്റെ ജീവിതത്തിൽ വന്ന സകല വിഷയത്തിലും അവൻ കാത്തിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കാത്തിരിക്കും. പക്ഷെ കാത്തിരിക്കാറുണ്ട് ക്ഷമയോടെ. ദൈവം എനിക്ക് വേണ്ടി പരിഹാരം വരുത്തും. ദൈവം എൻ്റെ ജീവിതത്തിൽ അറുതി വരുത്തും. എൻ്റെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് കഷ്ടതയ്ക്ക് നമ്മൾ ഒരു കാത്തിരിക്കും. കാരണം നമ്മൾ നാളെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ വിഷയത്തിന് ഒരു മറുപടിയില്ലല്ലോ, ഞാൻ കാത്തിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയത്തിന്റെ മറുപടി. പക്ഷെ ദൈവ സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, ഞാൻ കാത്തല്ല, ഞാൻ പ്രതീക്ഷിച്ചു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാത്തിരുന്നാൽ അവനെങ്കിലേക്ക്, ഇവിടെ പറഞ്ഞ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവനെങ്കിലേക്ക് ചാഞ്ഞു. കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടെ ദൈവസന്നിധിയിൽ ക്ഷമയോട് സഹിഷ്ണുതയോടും ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ നമുക്ക് വേണ്ടി ചാഞ്ഞു വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ ദുഃഖവേളയിൽ നമ്മൾ പറയുന്ന വിഷയം മനുഷ്യരോട് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞാൽ, ആശ്വാസനായി പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും, ഓരോ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം എന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള ഓരോ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പക്ഷെ ദൈവം അതല്ല. ദൈവം അതിനൊരു പൂർണ്ണ വിടുതൽ തരുന്ന ദൈവമാണ്. കാരണം താഴത്തെ സങ്കീർത്തനം വായിക്കുന്നു, പറഞ്ഞു എന്റെ ഗമനത്തെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നാച്ചമാരെ കുഴിയുണ്ട്, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും ഒക്കെ അകപ്പെടാൻ സ്ഥാനത്ത് നിന്ന് ഉറപ്പിച്ചൊരു പാറമേൽ നിർത്തും. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ച് നിർത്തിയെന്ന് ദാവീദ് പറയുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയിൽ നാം യഹോവയ്ക്കായി കാത്തിരുന്നെങ്കിൽ അവൻ നമുക്കായി ഒന്ന് ചാഞ്ഞു വരുന്നത്, അവൻ നമ്മുടെ നിലവിളിക്ക് അവൻ നമ്മളേക്ക് ചാഞ്ഞു വരുവാനിടയായി തീരും. കാത്തിരിക്കണം. നമ്മുടെ ക്ഷമയോടെ കാത്തിരുന്നു. കാണും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം. പലരും പറയും, നിന്റെ സമയം കഴിഞ്ഞു പോയി, ദൈവം പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു പോയി, ദൈവം ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതിനപ്പുറമായിട്ട് ഒരു വിശ്വാസത്തോടെ കാത്തിരുന്നപ്പോൾ ദൈവം തന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്തു. കാരണം ആടിനെ മേയ്ക്കുന്നവനായിരുന്നവനെ രാജസന്നിധിയിൽ കൊണ്ടുവന്ന് രാജാവാക്കിയെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം. അവൻ കാത്തിരുന്നു. ദൈവം എനിക്ക് വേണ്ടി ദൈവം എന്ത് സംസാരിക്കുന്നു, ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു,
ദൈവം എന്നോട് എന്ത് പറയുന്നു? മനുഷ്യന്റെ വാക്കുകളല്ല, മനുഷ്യന്റെ വാക്കുകൾക്കെല്ലാം പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറമായിട്ട് ദാവീദ് കാത്തിരുന്നപ്പോൾ ദൈവം അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആ ഉത്തരം മറന്ന ഒരു നിലവിളി ചാഞ്ഞ് എന്റെ നിലവിളി കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു നിലവിളിക്കുന്ന എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം കരയാറുണ്ട്, പല വിഷയങ്ങളും നാം കരയാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിലവിളി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിലവിളിക്കും. നമ്മുടെ സമനില തെറ്റിപ്പോ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതില്ല നിലവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു വാഹനം ഇടിക്കാൻ പറ്റും, നമ്മൾ പെട്ടെന്ന് ഒരു നിലവിളി. അതുപോലെ ദാവീദ് തന്റെ ജീവിതത്തിൽ കരയുക മാത്രമല്ല, ഒരു നിലവിളി. തന്നെ രക്ഷിപ്പാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. തന്നെ രക്ഷിപ്പാൻ താനായിരിക്കുന്ന മേഖല തന്റെ പ്രാണന് വേണ്ടി ശത്രുക്കൾ പുറകെ നടന്ന് തന്റെ പ്രാണനെ എടുത്തു കളയാൻ വരുമ്പോൾ ദാവീദ് ഒരിക്കലും മറ്റൊരു മനുഷ്യൻ രക്ഷപ്പെട്ട് കരയുമില്ല. ദൈവത്തോട് നിലവിളിക്കാൻ തോന്നുന്നു. നിലവിളി കേൾക്കുന്ന ദൈവസേനയിൽ അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവനെ ഉത്തരം അറിയുവാൻ ഇടയായി തീർന്നു. കാരണം ഇവിടെ 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതിന്റെ 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണന്റെ ഉള്ളിലിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ ന്യായപ്രമാണന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ഹിതത്തിനനുസരണമായി നാം ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നെങ്കിൽ, ദൈവം കാരണം ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ പറഞ്ഞ ന്യായപ്രമാണത്തിന് അനുസരണമായിട്ട് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ നമ്മളെ ഹൃദയങ്ങളെ ഒരുക്കുന്നെങ്കിൽ, കാരണം ഹൃദയങ്ങളെ കാണുന്ന ദൈവമാണ്, നമ്മുടെ വ്യവസ്ഥകൾക്കല്ല, നമ്മുടെ അവസ്ഥകൾക്കല്ല. ദൈവത്തോടൊരു ഉടമ്പടി വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കാരണം നമ്മുടെ അവസ്ഥകൾക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനൊരു വ്യവസ്ഥ വെക്കണം. ദൈവമേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുവാം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. എന്റെ ജീവിതത്തിലെ പാപങ്ങള്, എന്റെ ജീവിതത്തിലെ കുറവുകള്, എന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രം അറിയാൻ കഴിയും. മറ്റുള്ളവരെക്കാൾ മുൻപിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കാണ് അറിയാൻ കഴിയുന്ന. ആ പ്രശ്നങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദാവീദിനെ പോലെ യഹോവയ്ക്കായി കാത്തിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ദൈവം കാത്തിന് ഉത്തരമറിയുവാൻ ചാഞ്ഞു വന്ന്, കാരണം ഒരു അമ്മ ആശ്വസിപ്പിക്കുന്ന ചാഞ്ഞു വന്ന് നമുക്ക് ഉത്തരവറിയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദാവീദ് കാത്തിരുന്ന പോലെ കാത്തിരുന്ന് യഹോവയ്ക്കായി കാത്തിരുന്നാൽ നമ്മുടെ ഏത് വിഷയത്തിനും, നമ്മൾ നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ, ഏത് വിഷയം ക്ഷമയോട് കാത്തിരുന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിനെ സകല പ്രാണത്തിന്റെ ഭയത്തിൽ നിന്നെല്ലാം പിടിപ്പിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തിയ പോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും നാം കാത്തിരുന്നാൽ ദൈവം നമുക്കായി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു. ഈ സങ്കീർത്തനം ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു. ദൈവ കർത്താവ് ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിക്കുവാൻ പ്രിയ ഗ്രേസിയെയും അത് പ്രബോധിപ്പിക്കുവാൻ പ്രിയ ജെഫിൻ ബ്രദറിനെയും കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. രണ്ടുപേരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആദ്യമായി നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിനെയും നമ്മുടെ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് മോനിഷ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ദൈവത്തിൽ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നുകൊണ്ട് അങ്ങയുടെ മുൻപിൽ കർത്താവേ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നല്ലോ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് കർത്താവെ ഈ ഗ്രൂപ്പിനെ കർത്താവ് അവിടുന്ന് നയിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഈ ഗ്രൂപ്പിലെ ഗ്രേസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിന്റെ അഡ്മിനായി ഇത്രത്തോളം കർത്താവെ ഇത് മുന്നോട്ട് നയിക്കുവാനൊക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, പ്രണമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകളോട് കൂടെ പാടുവാനും കർത്താവെ പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. അമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ. എത്രത്തോളം നിന്റെ മകളോട് കൂടെ ഇരുന്നല്ലോ കർത്താവെ. ആയിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ കർത്താവെ. മാരേജ് പ്രായത്തിൽ നിൽക്കുന്ന മകൾക്ക് വേണ്ടി കർത്താവെ, അവിടുന്ന് കണ്ടിരിക്കുന്ന മകനെ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ നീ ആ മകളോട് കൂട്ടിച്ചേർക്കുമാറാകണമേ. നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജോൺസൺ ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തോടു കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്ധ്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കുടുംബത്തോടു കൂടെ ഇരുന്ന് കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നയിച്ചു കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ ഏതാനും കാലങ്ങളായി കർത്താവേ, നിന്റെ മകൻ നിന്ന് കർത്താവെ മീറ്റിംഗിൽ കടന്നു വരുവാനും പ്രാർത്ഥനയിലൊക്കെയും കടന്നു വന്ന് കർത്താവെ നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കാനും അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കോടാനും കോടി സ്തോത്രം. ബിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശിശുല സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളോട് കൂടെ ആ കുടുംബത്തോടു കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ലക്ഷ്മിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രമായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശൈലജയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കുടുംബത്തോടു കൂടെ അവരുടെ ആവശ്യങ്ങളോട് കൂടെ എല്ലാം കർത്താവെ ഇത്രത്തോളം ഇരുന്നെല്ലാം നടത്തി കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ബാബു പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന ആലീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ നിന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് കർത്താവെ ഇത്രത്തോളം ചെയ്തു കൊടുത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഷെർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഞ്ജുഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളോട് കൂടെ ഇരുന്ന് കർത്താവെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ മകൾക്ക് തക്ക സമയത്തൊരു ജോലിയെ കർത്താവെ അവിടുന്ന് കൊടുക്കണമേ. നിന്റെ മകൾ ആഗ്രഹിക്കുന്നതൊക്കെയും കർത്താവെ നീ അവിടുന്ന് നടത്തി കൊടുക്കുന്നതിനായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷെർലി സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. മോളി ശൗമലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സിന്ധുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ, കുടുംബത്തിനായി കോടാനും കോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ആശ സിസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. നിന്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. ഗ്രൂപ്പിൽ കടന്നു വരുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവെ വചനമൊക്കെയും പറയുവാനൊക്കെയും ദൈവം കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്ര. ബി പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി കർത്താവെ. സ്തോത്രം സ്തോത്രം. നിന്റെ മകന് കൊടുത്ത കൃപയ്ക്കായി കോടാനും കോടി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം 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 സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ, ഇതിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാ പാസ്റ്റർമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു ദിവസമെങ്കിലും വന്ന് കർത്താവെ ഞങ്ങൾക്ക് വചനം തന്നിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് വചനം ഞങ്ങൾക്ക് തരുവാനിരിക്കുന്ന പാസ്റ്ററെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം കൃപ ചെയ്ത് നടത്തി കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞാൻ ആ കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിനായി കോടാനും കോടി സ്തോത്രം സ്തോത്രം. ഈ ഗ്രൂപ്പിനായി കോടാനും കോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഒപ്പം അടിയനെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരുൺ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റിത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിച്ചുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. നിധിയെ സമർപ്പിക്കുന്നു. നിവിയായെ സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെയും ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ നീ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിനിത സിസ്റ്ററെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. എല്ലാ മക്കളും കടന്നു വരുവാൻ തക്കണം എന്റെ ദൈവം കൃപ ചെയ്യണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കാലാവസ്ഥയുടെയൊക്കെയും പ്രതികൂല കാര്യങ്ങളൊക്കെയും ഉണ്ടല്ലോ കർത്താവെ. കേരളത്തിലൊക്കെ നടക്കുന്ന കാറ്റും മഴയാലും ഒക്കെ അനേകം പേർക്ക് കർത്താവെ കടന്നു വരുവാനൊക്കെയും കഴിയില്ല കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുപ്പച്ച എല്ലാവരെയും പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ നിന്റെ വൻ കൃപയ്ക്കായി കോടാനും കൂടി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. അമീൻ അമീൻ. പ്രാർത്ഥിച്ച ആ മോനിഷയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മുടെ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും വഹിച്ചുകൊണ്ട് ബാബു ബ്രദർ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പായി കടന്നു വരുവാനോട് വൻ കൃപയോട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മീറ്റിങ്ങിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി കണ്ട് ഹല്ലേലൂയ സന്തോഷിപ്പാൻ സ്വർഗ്ഗ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, രാജ്യത്തെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തെ വിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യം ഹല്ലേലൂയ ദൈവത്തിനായി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുമാറാകണമെന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഓടുന്ന പരിവർത്തിക്കുമാറാകണമെന്ന് വലിയ വിടുതലുകൾ കണ്ടെങ്കിൽ മുഖത്തെടുത്ത് പോകാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. രാജ്യത്തിനായ പ്രശ്നങ്ങളെ പ്രതിസന്ധികളിൽ നിന്നും സ്വർഗം വിടിവീച്ചുമാറാകണമേ. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഭരണാധികാരികളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം, വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഈ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേരളത്തെ സ്വർഗം അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഇപ്പോഴുള്ള പ്രകൃതി ക്ഷോഭങ്ങളെ സ്വർഗം നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകർ കർത്താവെ ഹല്ലേലൂയ സത്യത്തിന്റെ ആത്മാവിന്റെ അനുവദിക്കുവാൻ സ്വർഗത്തോട് വിളിച്ചു വേർപെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സത്യത്തിന്റെ ആത്മാവിനും അങ്ങയെ ആരാധിക്കുവാൻ സ്വർഗം ഹല്ലേലൂയ അവിടുന്ന് പ്രവർത്തിക്കാതെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ഗ്രൂപ്പിലെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. പുതിയതായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയമായി അവിടുത്തെ സന്നിധിയിലായിരിക്കണോ ആ വിഷയങ്ങളുടെ സ്വർഗം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം, വിടുതലയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, അവിടുത്തെ മഹത്വം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവേ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിനെ സ്വർഗം അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കാൻ ഹല്ലേലൂയ ആയിരിക്കുന്ന ദൈവദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗമെന്ന അധികാരം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ജീവന്റെ വചനം ഇന്ന് കേൾപ്പിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ ആമീൻ. പ്രാർത്ഥിച്ച ബാബു ബ്രദറിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ ഭവനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടഭാരത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി ജോൺസൺ ബ്രദറിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ സ്വർഗ്ഗരാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയദാസ് പറഞ്ഞിരിക്കുന്ന വിശുദ്ധനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമില്ലാതെ ഭാരം അനുഭവിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന സൂമിലായിരിക്കുന്ന ആമേ സാമ്പത്തികമായ ആമേ വലിയ ഭാരത്തോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികളെ വാതിലുകളെ പരിശുദ്ധം തുറക്കണമേ. ആമേ ധനവും മാനവും പുരാതന സമ്പത്തും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലുണ്ടല്ലോ. കർത്താവെ അങ്ങ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേ സാമ്പത്തികമായ വഴികളെ തുറക്കണമേ. നന്മയുടെ വഴികളെ കാണുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കി പ്രകാശിനെ അവരെ മുഖമോ ലജ്ജിച്ചു പോയില്ല തിരുവെഴുത്ത് പറയുന്നത്. കർത്താവെ ആരും ലജ്ജിച്ചു പോകാതെ കൊണ്ട് കർത്താവ് സാമ്പത്തികമായ ഫിനാൻഷ്യൽ മേഖലയിലൊക്കെയും കർത്താവെ കടഭാരത്തിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നിന്നെല്ലാം പുറത്തുരുവാൻ തൊക്കണം പരിശുദ്ധാത്മാവ് വഴികളെ വാതിലുകളെ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഭവനത്തെ നൽകി കൊടുക്കുവാൻ ഭവനം ക്രമീകരിക്കുവാൻ പണിയുവാൻ ഒക്കെയുള്ള ക്രമീകരണങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന വഴികളെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് കർത്താവിനൊന്നും അസാധ്യമല്ല. കർത്താവിനത് അസാധ്യമല്ലല്ലോ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ അതെല്ലാം നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനം സ്വന്തമായി ഇല്ലാത്തവർക്ക് സ്വന്തമായി ഭവനം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ പണികളെ പൂർത്തീകരിക്കാൻ കഴിയാതെ ആയിരിക്കുന്നവർക്ക് കർത്താവിന്റെ പണികളെ പൂർത്തീകരിക്കാനുള്ള കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ കരുതൽ വെളിപ്പെടണേ. കർത്താവിന്റെ വിടുതൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന. ശത്രു അഭിഷേകമേലൊന്നും തടഞ്ഞു വെക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് അടിപ്പെടാതെ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. വിവിധ തരത്തിൽ കർത്താവെ സാമ്പത്തിക ഞെരുക്കങ്ങളും രോഗത്താൽ ചികിത്സയിലും ഒക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കുന്നവരെല്ലാം ആശ്വസിപ്പിക്കണമേ. ആശ്വാസപ്രദനായി പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന. സഭയുടെ ശ്രദ്ധയേറെ പ്രാർത്ഥനയേറെ ഫലിക്കും ദൈവത്തിന്റെ വചനമാകിയാൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. അതിനുള്ള നീക്കുപോക്കളെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് ഇത് വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ കുടുംബത്തിൽ കർത്താവ് വളരെ ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. സ്വസ്ഥത ഇല്ലാതെ ഭവനത്തിലായിരിക്കുന്നവരുണ്ടാകാം. കർത്താവിന് വേണ്ടിയൊക്കെയുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകല ബുദ്ധിയും കവിയുന്ന ദൈവീയ സമാധാനം അവരുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. അത്ഭുതമാക്കണം പ്രാർത്ഥിക്കും. എല്ലാ വിഷയങ്ങൾക്കും മേലും പരിശുദ്ധാത്മാവ് വേഗത്തിൽ മറുപടി നൽകണം. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു. ഒക്കെയും നൽകി തരാമെന്ന ദൈവീയ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്ത നല്ല കർത്താവ് വാഗ്ദത്തങ്ങളിൽ ജാഗരിക്കുന്ന നല്ല കർത്താവ് വാഗ്ദത്തങ്ങളിൽ ആണയിടുന്ന ദൈവം കർത്താവ് ഇന്ന് രാത്രി സകല വിശുദ്ധയിലും മറുപടി അയക്കുന്ന കൃപയ്ക്കായി നന്ദി. കർത്താവെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. പ്രാർത്ഥനയുടേതായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അമീൻ അമീൻ. പ്രാർത്ഥിച്ച ജോൺസൺ ബ്രദറിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ഗ്രൂപ്പില് ഇന്ന് പുതുതായി കടന്നു വന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങള് അറിയിച്ചാല് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശ്രീ ഗ്രേസി പ്രാർത്ഥിച്ചാട്ടെ. സന്ധ്യശ്രുണ്ടല്ലോ, സന്ധ്യശ്രേ പ്രാർത്ഥിച്ചു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലകളെ വണക്കുവാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ പിറപ്പിൽ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ലോകരാഷ്ട്രങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ രാജ്യം യുദ്ധസ്ഥിതികളെ കൊണ്ട് നിറയുമ്പോൾ കർത്താവെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായിരിക്കുന്ന ഈ അവസ്ഥയിൽ സ്വർഗത്തിലെ വെച്ച സമാധാനവും സ്വസ്ഥതയും നൽകുമാറാകണമേ. യേശു ക്രിസ്തു സമാധാനത്തിന്റെ ദൈവമെന്ന് ജനം മനസ്സിലാക്കുവാൻ ദിവസങ്ങളിൽ കർത്താവെ സഹായിക്കണമേ. സകല സൃഷ്ടികളും യേശു കർത്താവ് മാത്രം രക്ഷകനെന്ന് തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ. ദൈവദാസന്മാരെ, സമർപ്പണമുള്ള വേലക്കാരെ അതിനായി കർത്താവ് ദിവസങ്ങളിൽ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മിക പ്രവർത്തനങ്ങളും അനേകരെ നിത്യരക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്നതാക്കി അവിടുന്ന് കർത്താവ് സഹായിക്കുമാറാകണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ഭരണാധികാരികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ. കർത്താവെ സ്തോത്രം സ്തോത്രം. നീതിയോടെ രാജ്യം ഭരിപ്പാൻ കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ. സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ കർത്താവെ അവരെ കർത്താവ് ബുദ്ധി ഉപദേശിക്കുമാറാകണമേ.
സുവിശേഷത്തിനെതിരായി ആരും എഴുന്നേൽപ്പാൻ കർത്താവെ അനുവദിക്കരുതേ. സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കി കർത്താവ് ഈ ദിവസങ്ങളിൽ തീർക്കുമാറാകണം. ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം ഏൽപ്പിക്കുന്നു കർത്താവെ, അവരിൽ ഒരു ദൈവഭയം നൽകുമാറാകണമേ. ദൈവസ്നേഹം അവരിൽ കർത്താവെ നൽകുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അനേക ദൈവദാസന്മാർ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ അവരനുഭവിക്കുന്ന വേദനകൾ, കഷ്ടതകൾ, അതൊന്നും കർത്താവെ സ്തോത്രം ദുഃഖത്തിനും ഭാരത്തിനും കാരണമായി തീരാതെ വേണം അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ കഷ്ടത അവരുടെ ജീവിതത്തെ സന്തോഷത്തിന്റെ സമയങ്ങളാക്കി കർത്താവ് തീർക്കുമാറാകണമേ. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെല്ലാം ക്രിസ്തുവിന്റെ നല്ല ശിഷ്യരായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങളെല്ലാവരും വിശ്വസ്തയോടെ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. കർത്താവെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, കീഴ്പ്പെടുവാൻ ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന എന്തോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായി തീരുവാൻ കർത്താവെ സഹായിക്കുമാറാകണമേ. ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. തിരുസന്നിധി തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. എല്ലാ വിഷയത്തിന്റെ മേലും സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുമാറാകണമേ. കർത്താവെ ഭാരത്തോടെ ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗത്തോടെ ആയിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. മാനസിക സംഘർഷത്തോടെ ആയിരിക്കുന്നവരെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം കർത്താവെ ഞങ്ങളെ മാനസാന്തരപ്പെടുത്തണമേ. ഞങ്ങൾക്ക് രൂപാന്തരം തെരുമാറാകണമേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. കർത്താവെ ഞങ്ങൾ പാപബോധം വരുത്തി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അവസരം തരുമാറാകണം. നിത്യശിക്ഷയിൽ നിന്ന് നിത്യരക്ഷ ഞങ്ങൾക്ക് കൈവരിപ്പാൻ കർത്താവ് ഈ രാത്രിയിൽ ഇടയാക്കണം. കർത്തൃദാസനെ അതിനായി കർത്താവ് ഉപയോഗിക്കുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഭവനങ്ങളിൽ കർത്താവെ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണം. അതിന്റെ ഇടസമായി ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിലെ കുറവുകളെ കണക്കിടരുതേ. അടിയനെ കഴുകണം, ശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ നയിക്കണം. കൃപയിൽ പുതിയണം, വരവിലേക്ക് ഒരുക്കണം. സകേലും വേണ്ടി വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിങ്കിൽ തന്നെ ആമേൻ. ആമീൻ ആമീൻ. പ്രാർത്ഥിച്ച സന്ധ്യയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അതിനായി സെഡ്മൺ ബ്രദറിനെ ഗ്രൂപ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. കർത്താവിന്റെ അഭിഷിക്തനെ കർത്തന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൽ ചെയ്തിരിക്കുന്ന വചനം കർത്താവേ ഞങ്ങൾക്ക് അധികം സമൃദ്ധിയായി വിളമ്പുവാൻ തക്കവണ്ണം കർത്താവ് വചനവാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, ആലോചനകളൊക്കെ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളും എല്ലാ അന്ധകാര ശക്തികളും കർത്താവെ ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ അഭിഷിക്തനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബ്രദർ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നാൽ. കർത്താവിന്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ നിങ്ങളോടൊന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസി ആന്റി നേതൃത്വം കൊടുക്കുന്ന കർമ്മേൽ പ്രയർ ഫെലോഷിപ്പിനകത്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മെസ്സേജ് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും, വിശേഷാൽ ഇതിനകത്ത് കർത്താവിൽ പ്രസിദ്ധരായ പല പ്രിയപ്പെട്ടവരിയ്ക്കുന്നുണ്ട്. ആശാ പുന്നൂസ് കർത്താവിന്റെ ദാസിനകത്ത് ഇരിക്കുന്നുണ്ട്. പല ഗ്രൂപ്പുകളിലും മെസ്സേജ് കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിയാണ്. അതുപോലെ വത്സമാൻഡി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദൈവത്തിന്റെ ദാസിയാണ്. അതുപോലെ പ്രിൻസ്, ഞാൻ മനസ്സിലാക്കുന്നത് പ്രിൻസ് ദോഹയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം പണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ പാട്ടുപാടിയ കർത്താവിന്റെ ദാസി, അതുപോലെ ദൈവത്തിന്റെ വചനം സങ്കീർത്തനത്തിൽ നിന്ന് ഷെയർ ചെയ്ത പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ച് ഒരു വചനം വായിച്ച് മുന്നോട്ട് പോകാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നമുക്ക് ആമോസിന്റെ പ്രവചന പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ആമോസിന്റെ പ്രവചന പുസ്തകം
9-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. എന്നോട് പറഞ്ഞേ ആമോസ്. 9-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മതി. ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ച് വീണുപോയ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ദൂത് പറവാനുണ്ട്. വീണുപോയ സ്ഥലത്ത് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർ ഇന്ന് രാത്രികാലം കടന്നൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ്. ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് നാട്ടിലെ മുഴുവനും പൗരന്മാർ, മുഖ്യ പ്രമാണികൾമാർ വിധി എഴുതിയിരിക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവം പറയുന്നു, നീ എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് വീണുപോയ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവിനെ ദൂത് കൈമാറാനുണ്ട്. നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർ എന്ന് കടന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം വീണുപോയ സ്ഥലത്ത് എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, വീണുപോയ സ്ഥലത്ത് എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇതിന്റെ അക്ഷരീക നിവർത്തി എപ്പോഴാണ്? ഞാൻ ഇതിന്റെ ആത്മീക നിവർത്തിയിലേക്കും അക്ഷരീക നിവർത്തിയിലേക്കും വരുന്നുണ്ട്. നമുക്ക് അക്ഷരീക നിവർത്തിയിലേക്ക് ഒന്ന് പോകാം, എന്നിട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാം സമയം കിട്ടുന്നതിനനുസരിച്ച്. ഇതിന്റെ അക്ഷരീക നിവർത്തി വരുന്നത് നമുക്ക് എപ്പോഴാണെന്ന് നോക്കാം. യെശയ്യാവിന്റെ പ്രവചനം 16-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആമോസിന്റെ പ്രവചന പുസ്തകത്തിലെ ഈ വാക്യത്തിന്റെ, ഈ പ്രവചനത്തിന്റെ അക്ഷരീക നിവർത്തി എപ്പോഴാണ് നടക്കുന്നത്? അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും, അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. യെശയ്യാവ് പറയുന്നു, ഒരുത്തൻ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ആ ഭവനത്തിൽ നിന്ന്, ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് ഒരുത്തൻ വന്ന ഒരു സിംഹാസനത്തിൽ എപ്പോഴാണോ ഇരിക്കുന്നത്, ആ ഇരുന്ന് ന്യായപാലനം ചെയ്യുന്നത് എപ്പോഴാണോ ആ സമയത്ത്, കൃത്യമായി പറയുകയാണെങ്കിൽ എപ്പോഴാണോ യേശു ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ന്യായം പാലിക്കുന്നത്, രാജാവായി വാഴുന്നത്, ആ സമയത്ത് ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ട വാക്യത്തിന്റെ അക്ഷരീക നിവർത്തി വരാൻ പോകുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ എപ്പോഴാണോ യേശു രാജാവായി ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് വാഴാൻ പോകുന്നത്, അപ്പോൾ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ അവൻ പണിയുന്ന ആ പ്രവചനത്തിന്റെ നിവർത്തി അക്ഷരീകമായി നിറവേറുമെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ സമയം വളരെ അടുത്തിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മൾ ഇവിടെ നിന്ന് പോകും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അക്ഷരീക നിവർത്തിയിലേക്ക് വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. നമുക്കറിയാവുന്നൊരു വാക്യമാണ്, യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്യം കിടക്കുന്നുണ്ട്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വീണുപോയിരിക്കുകയാണ്, തളർന്നു പോയിരിക്കുന്നു. ആ ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യഹോവയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ശക്തിയെ പുതുക്കും. നിങ്ങൾ വീണുപോയ സ്ഥലത്ത്, ക്ഷീണിച്ചു പോയ സ്ഥലത്ത് കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യേശു പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക
വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവനോടുകൂടെ പോകാം. മത്തായി 5:41. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്, കർത്താവെ 1 നാഴിക പോകാൻ പറഞ്ഞാൽ എന്തിനാണ് 2 നാഴിക പോകുന്നത്? അതിന് മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുകയല്ല. കർത്താവ് ഇത് ദൂത് കൊടുക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്ന ഒരു ജനതയോടാണ്. യഹോവയുടെ ആത്മാവിനെ കാത്തിരിക്കാൻ കർത്താവ് അരുളപ്പാട് കൊടുക്കുന്ന ഒരു ജനത്തോട് പറയുന്നു, നിങ്ങളെ 1 നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകാം. എന്താ കാര്യം? ഇന്നലെ നിങ്ങൾക്ക് 1/2 നാഴിക പോലും നടക്കുവാൻ ബലമില്ലെങ്കിൽ, നിങ്ങൾ യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ 2 നാഴിക നടത്തിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങളെ തളർന്നു പോകാതെ 2 നാഴിക ഓടിപ്പിക്കുകയും ക്ഷീണിച്ചു പോകാതെ നടപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളിൽ വ്യാപരിപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്നു രാത്രികാലം ചില വ്യക്തികളോട്, തളർന്നു പോയ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, നിങ്ങളെ ക്ഷീണം മാറ്റിക്കൊണ്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ അക്ഷരീക നിവർത്തി എപ്പോഴാണെന്ന് കണ്ടു. അവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറാനുണ്ട്. എപ്പോഴാണോ ദാവീദിന്റെ സിംഹാസനത്തിൽ, ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് ഒരുത്തൻ എഴുന്നേൽക്കുന്നത്, ആ സമയത്താണ് ഇതിന്റെ അക്ഷരീക നിവർത്തി വരുന്നത്. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന പ്രവചനം ഇങ്ങനെയാണ്, അവൻ വലിയവനാകും. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 1:32. അവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം പരിശുദ്ധാത്മാവിന് നിങ്ങളോട് കൈമാറാനുണ്ട്. അവൻ വലിയവനാകും. ആ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 1:32. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. ഈ സിംഹാസനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു വാക്കൊന്ന് അവിടെ നിന്നുകൊണ്ട് പറയുവാൻ പരിശുദ്ധാത്മാവ്, ഒരു ചിന്ത കൈമാറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ദാവീദിന്റെ രാജാവായുള്ള തെരഞ്ഞെടുപ്പ് 1 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. നമുക്കത് വേണം കേട്ടോ, ആ അധ്യായം നമ്മുടെ കയ്യിൽ വേണം. നമുക്കറിയാം, ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നു. ശമൂവേൽ പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയുന്നു, നീ കരയണ്ട, ഞാൻ ഇശ്ശായിയുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ദൈവം കൊടുക്കുകയാണ് അതിന്റെ കൽപ്പന, നീ ഇശ്ശായിയുടെ കുടുംബത്തിലേക്ക് പോയി ഒരു യാഗത്തിന് വേണ്ടി ക്ഷണിക്കണം. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. അവൻ ഇശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെ യാഗത്തിന് ക്ഷണിച്ചു. അതിന്റെ 5-ാമത്തെ വാക്യം. ഇശ്ശായിക്ക് 8 മക്കളാണുള്ളത്, നമുക്കറിയാം. ഏലിയാബ്, അബീനാദാബ്, ഷമ്മ, ഇങ്ങനെ തുടങ്ങി 8 മക്കളാണ് ഇശ്ശായിക്കുള്ളത്. ഓരോ മക്കളെ അടുത്തേക്കും അഭിഷേകത്തിന്റെ തൈലം നിറച്ച കൊമ്പുമായിട്ട് ശമൂവേൽ പ്രവാചകൻ പോകുമ്പോൾ യഹോവ അവരെ തള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ 7 പേരെ കഴിഞ്ഞു. 7 പേരെ കഴിഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ 16-ാമത്തെ അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന്, അവൻ ഇനിയും ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പന്തിയുണ്ട്, ഒരു വിരുന്നുണ്ട്. അവൻ വന്നിട്ടല്ലാതെ
നാം പന്തിക്കിരിക്കയില്ല. നിങ്ങൾ നോക്കിയേ, ഒരു കുടുംബത്തിനകത്ത് യാഗം നടക്കുന്നു, അഭിഷേക കർമ്മവും നടക്കുന്നു, അത് കഴിഞ്ഞ് ഒരു വിരുന്ന് നടക്കുന്നു. ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന യാഗത്തിന് ദാവീദിനെ ക്ഷണിച്ചില്ല. അഭിഷേക കർമ്മത്തിന് ദാവീദിനെ ക്ഷണിച്ചില്ല. പോട്ടെ, ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു വിരുന്നിനകത്ത്, ഒരു സദ്യയിൽ ദാവീദിന് വേണ്ടി ഒരു കസേര ഇട്ട് കൊടുക്കാൻ സ്വന്തം പിതാവ് മറന്നുപോയി, സ്വന്തം മാതാവ് മറന്നുപോയി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു കസേര ഇട്ട് കൊടുക്കാൻ സ്വന്തം പിതാവും മാതാവും സ്വന്തം സഹോദരന്മാരും മറന്നുപോയി. ദാവീദിനോട് ദൈവത്തിന് പറയുവാൻ മറ്റൊരു സന്ദേശമുണ്ട് കേട്ടോ. ദാവീദേ, നീ പേടിക്കണ്ട. നിന്റെ അപ്പൻ, നിന്റെ സഹോദരന്മാർ, നിന്റെ അമ്മ നിനക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള കസേര തരാൻ മറന്നുപോയല്ലേ? എന്നാൽ എനിക്ക് നിന്നോട് പറയുവാൻ മറ്റൊരു സന്ദേശമുണ്ട്. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കസേര തരാൻ മറന്നുപോയെങ്കിൽ, നിന്റെ സഹോദരന്മാർ നിനക്ക് ഒരു നേരത്തെ കസേര തരാൻ മറന്നുപോയെങ്കിൽ, ഞാൻ നിനക്ക് അവകാശമായി തരുന്നത് ഒരു നേരത്തെ കസേരയല്ല, നിന്റെ പേരിൽ ഞാനൊരു സിംഹാസനം തരാൻ പോകുകയാണ്. അതാണ് ദാവീദിന്റെ സിംഹാസനം. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഉറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയോ? ഉറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയോ? നിന്റെ അപ്പൻ നിനക്ക് കസേര തന്നില്ല, നിന്റെ അമ്മ നിനക്ക് കസേര തന്നില്ല, നിന്റെ നാട്ടുകാർ നിനക്ക് തരേണ്ട കസേര തന്നില്ല. മാന്യമായ ന്യായമായ അംഗീകാരങ്ങൾ നിന്റെ അപ്പനും സഹോദരന്മാരും തള്ളിക്കളയുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സിംഹാസനം ദൈവം ഒരുക്കുന്നുണ്ടെന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് രാത്രിയിനകത്തിരിക്കുന്നുണ്ട്? എത്ര പേർ ഇന്ന് രാത്രിയിനകത്തിരിക്കുന്നുണ്ട്? നിന്റെ അപ്പൻ തരാതിരുന്നതിനായി നന്ദി പറയാൻ, നിന്റെ ചർച്ചിലെ പാസ്റ്റർ നിന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ട് നന്ദി പറയാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഇന്നു രാത്രികാലോ രാജധാനി ഒരുക്കി വെച്ച്, ചുവന്ന വിരിപ്പുള്ള രാജധാനി ഒരുക്കി വെച്ച് ഒരു കസേരയല്ല കേട്ടോ ദാവീദിന്റെ സിംഹാസനം. അവന് വേണ്ടി എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, അവന്റെ അപ്പൻ തള്ളിക്കളഞ്ഞപ്പോൾ, അവന്റെ അമ്മ തള്ളിക്കളഞ്ഞപ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിനുള്ള കസേര തള്ളിക്കളഞ്ഞപ്പോൾ, എന്റെ ദൈവത്തിന് പറവാനുണ്ട്, നിനക്ക് വേണ്ടി നിന്റെ പേരിൽ ഞാനൊരു സിംഹാസനം ഒരുക്കി തരാൻ പോകുകയാണ്. ഇന്നു രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട്, തള്ളപ്പെട്ട ചിലരെ നോക്കിക്കൊണ്ട്, റിജക്ഷൻ അനുഭവിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കുന്നുണ്ട്, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കുന്നുണ്ട്. ഇന്നു രാത്രികാലം അതൊന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഉടമ്പല പക്കല ജീകന കലക റിംഗംപാല ബലംബല ജീക. ഇന്നു രാത്രികാല ആ സിംഹാസനത്തിലിരുന്നാണ് എന്റെ യേശു വാഴാൻ പോകുന്നത്. ആ സിംഹാസനത്തിലിരുന്നാണ് എന്റെ യേശു വാഴാൻ പോകുന്നത്. തള്ളിക്കളഞ്ഞവന്റെ, എല്ലാവരും ചേർത്ത് പിടിച്ചവനല്ല കേട്ടോ, എല്ലാവരാലും തള്ളപ്പെട്ടവൻ, സ്വന്തം അപ്പൻ മറന്നുപോയവൻ, ഒരു കസേര കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയപ്പോൾ, സ്വന്തം അപ്പൻ മറന്നുപോയപ്പോൾ, സ്വന്തം സഹോദരന്മാർ മറന്നുപോയപ്പോൾ അവനെ യാഗത്തിന് വിളിച്ചില്ല, അവനെ അഭിഷേക കർമ്മത്തിനും വിളിച്ചില്ല. അതൊക്കെ പോകട്ടെ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു കസേരയ്ക്ക് പോലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവന്റെ സഹോദരന്മാരും അപ്പന്മാരും മറന്നുപോയപ്പോൾ ദൈവം നീട്ടിക്കൊടുത്ത സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിലിരുന്ന് എന്റെ യേശു വാഴാൻ പോകുകയാണ്. ഇന്നു രാത്രികാലം ചില വ്യക്തികളുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തള്ളപ്പെട്ട വ്യക്തിയാണ്. നീ പലരും ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം നിന്നെ തള്ളിയിട്ടുണ്ട്. നിന്റെ കൂടെ നിൽക്കേണ്ടവർ, നിന്നെ മനസ്സിലാക്കുമെന്ന് നീ വിചാരിച്ചവർ, ന്യായമായ അംഗീകാരമാണ് നിനക്ക് ലഭിക്കേണ്ട ന്യായമായ അംഗീകാരങ്ങൾ നിനക്ക് കിട്ടാതെ പോകുമ്പോൾ ഇന്നു രാത്രി എന്റെ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി എന്റെ കർത്താവ് സ്വർഗത്തിലെ അപ്പച്ചൻ ഒരു സിംഹാസനം
ഒരുക്കുന്നുണ്ട്, ഒരു സിംഹാസനം ഒരുക്കുന്നുണ്ട്, ഒരു സിംഹാസനം ഒരുക്കുന്നുണ്ട്. അതൊന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് രാത്രിയിനകത്തിരിക്കുന്നുണ്ട്? അതൊന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന, നിന്റെ അപ്പൻ നിന്നെ തള്ളുമ്പോൾ, നിന്റെ അമ്മ നിന്നെ തള്ളുമ്പോൾ നിന്റെ കൂടെ നിൽക്കുമെന്ന് നീ വിചാരിച്ചവർ നിന്നെ തള്ളുമ്പോൾ സ്തോത്രത്തോടെ നന്ദിയോടെ അത് ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നീ തന്നില്ലെങ്കിലോ, ഓ എന്റെ അപ്പൻ എനിക്ക് തന്നില്ലെങ്കിലോ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തൻ സ്വർഗത്തിലുണ്ട്. ഒരുത്തൻ എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ, എന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ എന്റെ ദൈവം സിംഹാസനം ഒരുക്കി എന്റെ തലമുറകളെ മാനിക്കോ, എന്റെ മിനിസ്ട്രിയെ മാനിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഇന്നു രാത്രികാലം എത്ര പേർ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് പറയാൻ കഴിയോ, കർത്താവെ അവർ തള്ളിയത് കൊണ്ട് നന്ദി, അവർ തള്ളിയത് കൊണ്ട് നന്ദി. അവർ തന്നിരുന്നെങ്കിൽ ഒരു നേരത്തെ കസേരയായി എനിക്ക് തരുമായിരുന്നത്. എന്നാൽ എന്റെ അപ്പൻ തന്നത് ഒരു യുഗം മുഴുവൻ വാഴാനുള്ള, എന്റെ കർത്താവിന് വാഴാനുള്ള ഒരു സിംഹാസനമാണ് എന്റെ കയ്യിൽ എന്റെ കർത്താവ് തന്നത്. 1000 ആണ്ട് മുഴുവനും, ഒരു യുഗം മുഴുവനും എന്റെ കർത്താവ് വാഴാൻ പോകുന്നത് തള്ളിക്കളഞ്ഞവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് കസേര തരുവാൻ, ഇട്ടുകൊടുക്കുവാൻ മറന്നുപോയ ഒരുത്തന്റെ മകനാണ് ദാവീദ്. അവന്റെ ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ച ഒരു സിംഹാസനത്തിൽ ഇരുന്നാണ് എന്റെ യേശു വാഴാൻ പോകുന്നത്. നമ്മൾ ഇന്ന് രാത്രികാലം കേട്ടത് മുഴുവനും ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ആയിരുന്നല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിരുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അവിടെ നിന്നുകൊണ്ട് ഒരു കൊച്ചു ദൂത് കൈമാറുകയാണ്. തള്ളിക്കളഞ്ഞവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സിംഹാസനത്തിലിരുന്ന്, ആ തള്ളപ്പെട്ടവന്റെ സിംഹാസനത്തിലിരുന്ന് എപ്പോഴാണോ എന്റെ യേശു വാഴാൻ പോകുന്നത്, അപ്പോഴാണ് ആമോസിലെ പ്രവചനത്തിന്റെ നിവർത്തി വെളിപ്പെടുന്നത്. ഞാൻ അതിന്റെ ആത്മീകമായ ചില ദൂതിലേക്ക് ഇന്ന് കടന്നു വരാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. ഞാൻ അക്ഷരീകമായ ദൂതിലേക്ക് വീണ്ടും മടങ്ങി വരുന്നുണ്ട്. ഞാൻ ആത്മീകമായ ദൂതിലേക്ക് ഇന്ന് മടങ്ങി വരട്ടെ. നമുക്ക് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവം വീണുപോയതിനെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണോ? നഷ്ടപ്പെട്ടതിനെ, വീണുപോയതിനെ മടക്കി കൊണ്ടുവരുന്ന, എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണോ? നമുക്ക് ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. മതി. ഗലാത്യ ലേഖനം പൗലോസ് എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് AD 49-50 കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ഗലാത്യ സഭയെ കുറിച്ച് പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, അതാണ് നല്ല പ്രയോഗം, അവർ മാനസികമായി വീണുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അക്ഷരീക വീഴ്ചയ്ക്ക് വേണ്ടി അവർ ഏതാണ്ട് തന്റെ മനസ്സുകൊണ്ട് അവർ അടുത്തിരിക്കുന്ന സമയമാണ്. മാനസികമായി ഒരു വീണുപോയി. AD 49-50 കാലഘട്ടത്തിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. മാനസികമായി അവരെ വീണുപോയി. അവർ അക്ഷരീകമായി വീഴുന്നതിന് മുന്നമേ അവർ എഴുന്നേറ്റോ? എന്തിനു വേണ്ടിയാണ് പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? വീഴുവാൻ വേണ്ടിയല്ല, എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കിടക്കുന്നുണ്ട്. ഉറങ്ങുന്നവനെ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. അപ്പൊ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്? വീണ്ടും മരിക്കാൻ വേണ്ടിയല്ല, അവിടെ കിടക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. എന്തായിരുന്നു എഫേസ്യ സഭയുടെ പദവി? അത് 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ഗലാത്യ സഭയിലേക്ക് മടങ്ങി വരും കേട്ടോ. ഞാൻ അതിനു മുന്നേ എന്തിനു വേണ്ടിയാണ് എഴുതിയത് എന്നൊന്ന് പറയുകയാണ്.
രണ്ടാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. അപ്പോൾ ഇവർ മരിച്ചവരായിരുന്നു, അവിടെ നിന്ന് ഉയർപ്പിച്ചു. അതിന്റെ 7-ാമത്തെ വാക്യം, ഇപ്പോൾ അവരുടെ പദവി എന്താണ്? ഇപ്പോൾ അവർ ഇരിക്കുന്നത് എവിടെയാണ്? ക്രിസ്തയേശുവിൽ അവനോടുകൂടെ എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവർ ഇരിക്കുന്നത് എവിടെയാണ്? 2-ാമത്തെ അധ്യായത്തിൽ എഫേസ്യ സഭ ഇരിക്കുന്നത് ശവപ്പറമ്പിലല്ല, മറിച്ച് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നു, സ്വർഗത്തിൽ യേശു ഇരിക്കുന്നിടത്ത് അവർ ഇരിക്കുകയാണ്. ആ സഭയോടാണ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. അവർ വീണ്ടും എവിടെ എത്തി? 2-ാമത്തെ അധ്യായത്തിൽ മരിച്ചിരുന്നു, എന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയ സഭ 5-ാമത്തെ അധ്യായം വന്നപ്പോൾ ഉറക്കത്തിലേക്ക് വീണുപോയി. വീണ്ടും എവിടെ നിന്നാണോ അവര് വന്നത്, ഏത് മരിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു അവർ ഇരുന്നത്, അവിടേക്ക് അവർ വീണ്ടും പോയി. സഭ തന്റെ പദവി മറന്നുപോയി. പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ് സഭയെ, നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കൂ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഗലാത്യ സഭയോട് ഈ പറയുന്ന ദൂത് കൈമാറിയത്? നിങ്ങൾ വീണുപോയി എന്ന് പറയുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആഴത്തിലൊരു മെസ്സേജ് അവർക്ക് കൈമാറിയപ്പോൾ AD 50-കളിൽ 49-50 കാലഘട്ടത്തിൽ വീണുപോയ, മാനസികമായി വീണുപോയ, അക്ഷരീക വീഴ്ചയുടെ അവസാന സമയം വന്നെത്തിയിരിക്കുന്ന ഗലാത്യ സഭ, AD 50-കളിൽ വീണുപോയ സഭ മടങ്ങി വന്നോ? ഇതറിയണമെങ്കിൽ നമ്മൾ പത്രോസിനോടാണ് ചോദിക്കേണ്ടത്, പൗലോസിനോടല്ല. പത്രോസ് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച വൃതന്മാരായവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഗലാത്യ സഭയിലെ വിശ്വാസികളെ എടുത്തു പറയുന്നുണ്ട്. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, AD 50-കളിൽ വീണുപോയ സഭ AD 60-കളായപ്പോൾ പത്രോസ് പറയുന്നു, അവർ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച വൃതന്മാരായവരാണ്. അവർ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാരായാണ്. അവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. 50-കളിൽ കൃപയിൽ നിന്ന് മാനസികമായി വീണുപോയ ഒരു സഭയെ പൊക്കിയെടുക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇന്നു രാത്രികാല ഇതിനകത്തെ കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇരിക്കുന്നുണ്ട്? മാനസികമായി AD 50-കളിൽ വീണുപോയ ഒരു സഭയോട് 60-കളിൽ അവർ പരിശുദ്ധാത്മാവ് വീണ്ടും ലേഖനം അയക്കുമ്പോൾ പറയുന്നു, അവർ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച സഭയാണ്. വീണുപോയതിനെ പൊക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നു രാത്രി ഇതിനകത്തെ കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇരിക്കുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നു രാത്രികാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾ ഇടപെടുകയാണ്. നിങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർ കുറച്ചൊന്ന് വിശ്വസിക്കാൻ കഴിയോ? എന്റെ കർത്താവ് ഇന്നു രാത്രികാലം വീണു പോയ സ്ഥലത്ത് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആമോസിലേക്ക് ഒന്ന് മടങ്ങി വരികയാണ്. ഇവിടെ ഞാൻ കോണ്ടെക്സ്റ്റിലേക്ക്, ഇനി എന്റെ മുമ്പിൽ അരമണിക്കൂർ സമയം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇതിന്റെ അക്ഷരീക നിവർത്തിയിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആദ്യം നമുക്ക് ആ കുറിവാക്യം ഒന്ന്
വായിപ്പിക്കുന്നു. ആമോസ് 9-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ദൂത് തുടങ്ങാൻ പോകുകയാണ്. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം പറയുന്നു, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും. ദൈവം നിവർത്തും. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. യെശയ്യാവിന്റെ പ്രവചനം 54-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 54-ന്റെ 1-2. ഒന്ന് നിവർക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. 54-ന്റെ 1-2. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തു ഘോഷിക്ക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുതേ, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട. മതി. എത്ര പേർക്ക് പിടികിട്ടി? ആമോസ് പറയുന്നു കൂടാരത്തെ നിവർക്കും. യെശയ്യാവ് 54-ലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, നിന്റെ കൂടാരത്തെ വിശാലമാക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, മൂന്നാമത്തെ വാക്യത്തിലും പറയുന്നു, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഇന്നു രാത്രി കാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുന്നു, വീണുപോയ ചിലതിനോട് ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ ഇടത്തോട്ടും വലത്തോട്ടോ നിന്റെ കൂടാരത്തെ പരത്തുന്ന ദൈവം കൂടെയാണ്. എത്ര പേർ ഇന്നു രാത്രി കാലം കടന്നൊന്ന് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, ഇടത്തോട്ടും വലത്തോട്ടും എന്നെ പരത്താൻ കഴിയുന്ന, ഇടത്തോട്ടും വലത്തോട്ടും എന്നെ പരത്താൻ കഴിയുന്ന, ഇടത്തോട്ടും വലത്തോട്ടും എന്നെ പരത്താൻ കഴിയുന്ന, ജാതികളുടെ നടുവിലേക്ക്, ശത്രുവിന്റെ നടുവിലെ എന്നെ മേശ ഒരുക്കാൻ കഴിയുന്ന എന്റെ കർത്താവ് ഇന്നു രാത്രികാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇരിക്കുന്നുണ്ട്? ഇതാരോടാ ഈ ദൂത് പറയുന്നേ? അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവള് പ്രസവിക്കാത്ത മച്ചിയാണെന്ന്. ഇവൾക്ക് എന്നാ പ്രസവം നിന്നത്? ഇസ്രായേലിന്റെ പ്രസവം നിന്നതെന്നാണ്? ആധുനിക കാലഘട്ടത്തിലെ കുറിച്ച് മാത്രം ഞാൻ പറയട്ടെ. AD 70 തൊട്ട് 1948 വരെ, AD 70 തൊട്ട് 1948 വരെ, കൃത്യമായി പറയുകയാണെങ്കിൽ AD 135 അഡ്രിയാൻ ചക്രവർത്തിയുടെ കാലം തൊട്ട് AD 70 തൊട്ട് അവർക്ക് പീഡനം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് രാഷ്ട്രത്തിനോട് ബന്ധപ്പെട്ട് ഓടേണ്ടി വന്നത്, സകല രാജ്യങ്ങളിലേക്കും ഓടേണ്ടി വന്നത് AD 135 AD 135 തൊട്ട് 1948 വരെ ഏകദേശം 2000 കൊല്ലം അവരെ അന്യരാജ്യത്ത്, ഇന്ത്യ അടക്കമുള്ള സകല രാജ്യങ്ങളിലേക്കും ചിതറപ്പെട്ടു പോയി. ആ പോയ സ്ഥലത്തെല്ലാം അവർ പീഡനം അനുഭവിക്കുകയാണ്. അവർക്ക് സന്താന വർധനവ് ലഭിക്കുന്നില്ല. ലോകം പറയുന്നു, നിനക്കിനി സന്താന വർധനവ് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ്, മച്ചി എന്ന് പറഞ്ഞ് പരിഹാസത്തോടെ ലോകം മുഴുവനും തള്ളിക്കളഞ്ഞൊരു രാഷ്ട്രത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, നിനക്ക് സന്തതി ജനിക്കുമെന്ന് മാത്രമല്ല, നിന്റെ കൂടാരത്തെ അവൻ വിശാലമാക്കുന്ന ദൈവം കൂടെയാണ്. ഇന്നു രാത്രികാലം 2000 കൊല്ലമായിട്ട് സന്താന വർധനവില്ലാത്ത ഒരു രാഷ്ട്രത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നിന്റെ കൂടാരത്തെ നിവർത്തുന്ന ദൈവം മാത്രമല്ല, നിന്റെ സന്തതികളുടെ കൂടാരത്തെ
ഞാൻ പരത്തുന്ന ദൈവം കൂടെയാണ്. ഇന്നു രാത്രികാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ ദൂത് കൈമാറുന്നു. നിങ്ങൾ പരക്കുകയില്ല, എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ശത്രു വാത് കെട്ടുന്ന സ്ഥലത്ത് എന്റെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടാരത്തെ നിവർത്തുന്ന ദൈവം മാത്രമല്ല, പരത്തുന്ന ദൈവം കൂടെയാണെന്ന്. ഇടത്തോട്ടും വലത്തോട്ടും നീ പരക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഉടമ്പാറീകം ബാലബലംബല ജീകനകലക റിക്കംബാല. എത്ര പേർ കടന്നൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇന്നു രാത്രികാലം മച്ചി എന്ന് പറഞ്ഞ് തള്ളിയതിനെ നോക്കിക്കൊണ്ടാണ്, ലോകം മച്ചി എന്ന് പറഞ്ഞ് തള്ളിയതിനെ എന്റെ ദൈവം പറയുന്നു, ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, നിന്റെ കൂടാരത്തെ വിശാലമാക്കുന്ന ദൈവം കൂടെയാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മച്ചിയായിരുന്ന സമയത്ത് ഒരു ബെഡ്റൂം മതിയായിരുന്നു. എന്നാൽ മക്കൾ ജനിക്കാൻ തുടങ്ങിയപ്പോൾ 1, 2, 3 ഒരു ബെഡ്റൂം കൊണ്ട് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. മച്ചിയോട് പറയാണ്, 2000 കൊല്ലമായിട്ട് മച്ചിയായ ലോകത്തിന്റെ സകല രാജ്യങ്ങളും ചിതറിപ്പോയി സന്താന വർധനമില്ലാത്ത ഒരു രാഷ്ട്രത്തോട്, സമൂഹത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് സന്തതി ജനിക്കാൻ പോകുകയാണ്. 1 അല്ല 2 അല്ല, നിന്റെ കൂടാരത്തെ വിശാലമാക്കാൻ പോകുകയാണ്. മക്കൾ 3 ജനിച്ചു, 4 ജനിച്ചു, 5 ജനിച്ചു. അവരുടെ ബെഡ്റൂമിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരണം. നിന്റെ കൂടാരത്തെ വിശാലമാക്കുകയാണ്. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കത്തക്ക രീതിയിൽ നിന്റെ കൂടാരത്തെ വിശാലമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ചരിത്രത്തിലൂടെ നമ്മുടെ മുൻപിൽ എന്റെ കർത്താവ് തെളിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ അക്ഷരീക നിവർത്തി 1000 ആണ്ടിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ കർത്താവിന്റെ പ്രവചനത്തിന്റെ നിവർത്തികൾ എന്റെ ജീവിതത്തിൽ, വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ എന്റെ കർത്താവ് മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഉടമ്പാറീകം ബാലബലംബല ജീകനകലക റിക്കംബാല. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഞാൻ പറയാം. വത്സമ്മാണ്ടി ഇതിനകത്തിരിക്കുന്നുണ്ട്. അവരുടെ പേരും വത്സമ്മ എന്ന് തന്നെയാണ് കേട്ടോ. ഈ വത്സമ്മാണ്ടി അല്ല. മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വത്സമ്മാണ്ടി ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. ഒരു ലേഡീസ് മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ വിളിക്കുകയാണ്. എന്റെ അടുത്ത് പറഞ്ഞു, കർത്താവിന്റെ ദാസ, ഇന്നത്തെ മെസ്സേജ് മുഴുവനും പരിശുദ്ധാത്മാവ് കൃത്യമായി എന്നോടുള്ള ദൂതായിരുന്നു. എന്റെ കൊച്ച് ബിടെക് പ്ലസ് MBA കഴിഞ്ഞിരിക്കുകയാണ്. അവൻ 5 ഡിസ്ട്രിക്റ്റിന്റെ ചുമതല അവനാണ്. നല്ല ശമ്പളമുണ്ട്, കാണാൻ സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവന്റെ കല്യാണം നടക്കുന്നില്ല. ഏകദേശം 75-80 കല്യാണാലോചനകളാണ്, പെണ്ണ് കാണൽ ചടങ്ങുകളാണ് അവൻ പോയത്. പക്ഷേ അവസാനം വരുമ്പോൾ കല്യാണം നടക്കുന്നില്ല, കല്യാണം മുടങ്ങിപ്പോകുകയാണ്. ആ ആന്റി എന്നോട് പറഞ്ഞു, ഇന്നത്തെ ദൂതിന്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കാൻ പോകുകയാണ്, ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിച്ച് ഒരു നിയോഗത്തോടെ പറഞ്ഞു, ആന്റി 3 മാസത്തിനകം ആന്റിയുടെ മകന് വിവാഹം നടക്കാൻ പോകുകയാണ്. ആന്റിക്ക് അത് കേട്ട് വിശ്വാസമായില്ല. ആന്റി ഈ ദൂതൊക്കെ ഏറ്റെടുക്കുമ്പോഴും ഇതൊക്കെ പറയുന്നുണ്ട്, ആന്റി ഞാൻ ദൂത് ഏറ്റെടുത്തിരിക്കുന്നതൊക്കെ പറയുമ്പോഴും കാര്യത്തോടെടുത്തപ്പോൾ ആന്റി പറഞ്ഞു, കർത്താവിന്റെ ദാസ 2 വർഷമായി നടന്നില്ല, ഒരു 3 മാസം വേണ്ട, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് നടന്നാൽ മതി. അന്നേരം ആന്റിയോട് ഞാൻ പറഞ്ഞു, നിയോഗത്തോടെ പറഞ്ഞു, ആന്റി കർത്താവ് അത്ഭുതം ചെയ്യും, 3 മാസത്തിനകം ആന്റിയുടെ മകന് വിവാഹാലോചന നടക്കാൻ പോകുകയാണ്.
2 മാസം കഴിഞ്ഞപ്പോൾ പിന്നീട് വിവാഹാലോചന വന്നു. ആ വിവാഹം ഉറപ്പിച്ചു. അതിന്റെ ആദ്യത്തെ ക്ഷണക്കത്ത് ആ കർത്താവിന്റെ ദാസി എനിക്കായിരുന്നു അയച്ചു തന്നതാ. ഇന്നു രാത്രികാലം നടക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിപ്പിക്കാൻ കഴിയുന്ന 2 കൊല്ലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു നന്മയെ മടക്കിത്തരാൻ കഴിയുന്ന, വീണുപോയ ഒന്നിനെ മടക്കിത്തരാൻ കഴിയുന്ന ഒരു യേശു ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് കടന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇരിക്കുന്നുണ്ട്? ഇന്നു രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കുകയില്ല എന്ന് വിചാരിച്ച മുടങ്ങിപ്പോയ ചിലതിനെ എന്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്നു രാത്രികാലം വീണുപോയ കൂടാരത്തെ പൊക്കിയെടുക്കുന്ന ദൈവം മാത്രമല്ല, അതിരുകളെ വിശാലമാക്കുന്ന, ഇടത്തോട്ടും വലത്തോട്ടും പരത്തുമാറാക്കുന്ന ഒരു ദൈവം ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇരിക്കുന്നുണ്ട്? ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എന്റെ കർത്താവ് ദൂത് കൈമാറുകയാണ്. ഇന്നു രാത്രികാലം മുടങ്ങിപ്പോയ ചിലതിനെ, ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ, മച്ചി എന്ന് പറഞ്ഞ, ഇനി നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉറവ തുറക്കുകയില്ല എന്ന് പറഞ്ഞ, ഫുൾ സ്റ്റോപ്പ് ഇട്ട ചിലതിനോട് നാട്ടുകാർ മുഴുവനും ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ഇന്നു രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഉറവയെ തുറക്കുന്ന, നിന്റെ കൂടാരത്തെ തുറക്കുന്ന, അതിനെ നിവർത്തുന്ന, അതിനെ പരത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങളിലൂടെ എന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ പോകുകയാണ്. ആത്മാവിനെ ദൂതേറ്റെടുക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? എന്റെ ദൈവം ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയുന്നു, എഴുന്നേൽക്കാൻ സമയമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അതുപോലെ മറ്റൊരു അനുഭവ സാക്ഷ്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ദൂതിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അക്ഷരീക നിവൃത്തിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നുണ്ട്. ഞാൻ സമയം ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഞാന് ഇടുക്കി ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സൂമിനകത്ത് ഞാനായിരുന്നു പ്രസംഗകൻ. അന്ന് നിയോഗിക്കപ്പെട്ട പാട്ടുകാരൻ വന്നില്ല. സംഘാടകർ ഒരു കാര്യം ചെയ്തു. ആ സമയത്ത് ഒരു ടെസ്റ്റ് മണിക്കുള്ള അവസരം കൊടുത്തു. അതിനകത്തിരിക്കുന്ന ഒരു സഹോദരന് ടെസ്റ്റ് മണിക്കുള്ള അവസരം കൊടുത്തു. ഷൈജു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷൈജു, ഭാര്യ സിന്ധു. എനിക്ക് തോന്നുന്നത് പ്രിൻസിപ്പളിനൊക്കെ ഈ കാര്യം അറിയാമായിരിക്കാം. ഞാൻ ചില ഗ്രൂപ്പുകൾ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ആ ഷൈജു ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത്, തന്റെ കവിളിലകത്ത് ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മുഴ. വേദന സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അങ്ങനെ ഡോക്ടറെ പോയി കാണുകയാണ്. ഡോക്ടറെ ഓപ്പറേഷനുള്ള ഒരു തീയതി കുറിച്ചു കൊടുത്തു. ഇന്ന ദിവസം നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കും. അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തനിക്ക് അസഹനീയമായ വേദന, തനിക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള വേദന. തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാതെ, ആകെ നിരാശയോടെ, വേദന സഹിക്കാൻ കഴിയാതെ കടിച്ചു മുറുക്കിയിരിക്കുകയാണ്. അന്ന് തന്റെ 6 or 7 വയസ്സുള്ള ഒരു പൈതൽ, ആകെ ആ കൊച്ചിന് 6 or 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ എന്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ, ആ പൈതൽ വന്ന് അപ്പനോട് പറയാണ്, ഷൈജു ബ്രദറിനോട് പറയുന്നു, ഡാഡി, നമ്മുടെ യേശു വലിയവനാണ്. ഡാഡിയുടെ ഈ മുഴയെ സൗഖ്യമാക്കാൻ ഒരു കത്തിക്കും കഴിയില്ലെങ്കിലും, ഒരു ഓപ്പറേഷനും ഇല്ലാതെ തന്നെ എന്റെ കർത്താവിനെ, നമ്മുടെ യേശു അപ്പച്ചനെ കഴിയും എന്ന് ഡാഡി വിശ്വസിക്കുന്നുണ്ടോ?
ഒരു കൊച്ചന്റെ അകത്ത് വന്ന ചിന്തയാണ്. നമുക്ക് 3 ദിവസം ഉപവാസം ഇരിക്കാം, എന്റെ യേശു അപ്പനെ ഇറങ്ങി വന്ന എന്റെ ഡാഡിക്ക് സൗഖ്യം തരും. അവര് പിറ്റേ ദിവസം മുതൽ ഉപവാസം ഇരിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതറിയാമോ? 3-ാമത്തെ ദിവസം ഒരു ഓപ്പറേഷന്റെ കത്തിയുമില്ലാതെ എന്റെ കർത്താവ് ഇറങ്ങി വന്ന ആ സഹോദരന്റെ മുഴയെ പൊട്ടിച്ചു മാറ്റി ഒരു കുടുംബത്തിന് എന്റെ കർത്താവ് വിടുതൽ കൊടുക്കുകയായിരുന്നു. ഇന്നു രാത്രികാലം ആ യേശു ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. വീണുപോയ ചിലതിനെ ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ ചിലത് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് സൗഖ്യം തരാൻ കഴിയുന്ന ഒരു യേശു ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നു രാത്രികാലം ഒരിക്കലും കഴിയുകയില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ ചിലതിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. 2000 കൊല്ലമായിട്ട് മച്ചി എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് മക്കൾ ജനിക്കാൻ പോകുകയാണ്. അവർ ഇടത്തോട്ടും വലത്തോട്ടും പരക്കാൻ പോകുകയാണ്. ഇതിനെക്കുറിച്ച് യെശയ്യാവ് 60:22 പറയുന്നത് എങ്ങനെയാണ്? കുറഞ്ഞവൻ 1000-ഉം, കുറഞ്ഞവൻ 2000 കൊല്ലമായിട്ട് കുറഞ്ഞു വരികയാണ്. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഇന്നു രാത്രികാലം കുറഞ്ഞവൻ എന്ന് വിളിച്ച് 2000 കൊല്ലമായിട്ട് മച്ചിക്ക് തുല്യമായി ജീവിച്ച ഒരു രാഷ്ട്രത്തെ നോക്കിക്കൊണ്ട്, ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, കുറഞ്ഞവൻ എന്ന് ലോകം തള്ളിക്കളഞ്ഞതിനെ 1000-ആയി വർദ്ധിപ്പിക്കാൻ, ചെറിയവൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിനെ മഹാജാതിയായി എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നു രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ കാരണം പറയുന്നു 19 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. 18 യെശയ്യാവ് 60:19 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്തുള്ള ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേര് പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കോ, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എന്നിട്ട് പറയുകയാണ് 22-ാമത്തെ വാക്യത്തിൽ, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരോ. എവിടെയാണോ, ആരിലാണോ ദൈവം പ്രകാശിക്കാൻ തുടങ്ങുന്നത്, ആരിലാണോ തേജസ്സായി എന്റെ കർത്താവ് ഇറങ്ങി വരാൻ തുടങ്ങുന്നത്, അവരെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്നു രാത്രിനകത്തിരിക്കുന്നുണ്ട്. ആരിലാണോ സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ മറഞ്ഞു പോയാലോ, ഞാൻ നിനക്ക് മറഞ്ഞു പോകാതെ തേജസ്സായി ഞാൻ നിനക്ക് വേണ്ടി വരാൻ പോകുകയാണ്. നിന്റെ സൂര്യൻ, നിന്റെ ചന്ദ്രൻ എല്ലാം ഇനി ഞാനായി മാറാൻ പോകുകയാണ്. ആ കാലത്ത് കുറഞ്ഞവനെ 1000-ആക്കി, ചെറിയവനെ മഹാജാതിയാക്കി ദൈവം മാറ്റുമത്രേ. ഇന്ന് രാത്രികാലം എത്ര പേർ കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് രാത്രികാലം കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? ഇന്നു രാത്രി എന്റെ കർത്താവ് പറയുന്നു, ചിലരെ നോക്കിക്കൊണ്ട്, തള്ളിക്കളയപ്പെട്ട സ്ഥലത്ത്, ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, ഞാൻ നിന്നെ പരത്തുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഏത് കോണ്ടെക്സ്റ്റിലാണ് പരിശുദ്ധാത്മാവ് ഈ ദൂത് കൊടുക്കുന്നത്? ഏത് കോണ്ടെക്സ്റ്റിലാണ് ആമോസിന്റെ പ്രവചനത്തിനകത്തുള്ള ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? നമുക്ക് അതിലേക്കൊന്ന് വരാം. നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഒരു കൊച്ചു ദൂതും കൂടെ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. നമ്മൾ ആമോസിന്റെ പ്രവചനം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഏത് കാലഘട്ടത്തിലാണ് ഇത് കൊടുക്കുന്നത്? അവിടെ നമുക്ക് ചില കോണ്ടെക്സ്റ്റുകളുണ്ട്, അവിടെ നമുക്ക് ചില സൂചനകളുണ്ട്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം.
ആമോസ് 1:1. ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. ആരെങ്കിലും വായിച്ച് സഹായിക്കാൻ പറ്റുമോ? ഓക്കെ. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന്, ശ്രദ്ധിച്ച് കേട്ടോ, 2 രാജാക്കന്മാരുടെ കാലം പറയുകയാണ്. ഒന്ന് യഹൂദ രാജാവായ ഉസിയാവ്, ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബയാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഭൂകമ്പത്തിന് 2 സംവത്സരം മുന്നമേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ഈ ഭൂകമ്പത്തിന്റെ 2 വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകൻ കണ്ട ദർശനമാണിത്. ഒന്ന് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത്, 2 ഇസ്രായേൽ രാജാവായ യെരോബയാമിന്റെ കാലത്ത്. അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവുന്നുണ്ടോ? നിങ്ങൾ സെക്കര്യാവിന്റെ പ്രവചനം 14-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ. അവിടെ പറയുന്നുണ്ട് ഭൂകമ്പം ഉണ്ടായോ ഇല്ലയോ എന്ന്. അവിടെ പറയുന്നു, സെക്കര്യാവ് 14:5, യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. അപ്പൊ ഉസിയാവിന്റെ കാലത്ത് നമ്മൾ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കണ്ടു, ഉസിയാവിന്റെ കാലത്താണ്. അപ്പോൾ ഉസിയാവിന്റെ കാലത്ത് ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ഇത് സെക്കര്യാവ് കൃത്യമായിട്ട് പറയുകയാണ്. ആ കാലത്തിന്റെ 2 വർഷം മുൻപാണ് പ്രവാചകൻ ഈ പ്രവചനം ദർശിച്ചത്. ഭൂകമ്പം ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അതറിയണമെങ്കിൽ ആമോസിന്റെ പ്രവചനം 6-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കണം. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ പറ്റുമെന്നെ? ആമോസ് 6:11. ആമോസ് 6:11. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും, ഭൂകമ്പം ഉണ്ടാകുന്നതിന് 2 കൊല്ലം മുന്നമേ ദർശിച്ച പ്രവചനമാണ്. വലിയ ഭൂകമ്പം നിങ്ങളിലേക്ക് വരാൻ പോകുകയാണ്. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. കൊട്ടാരം തൊട്ട് കുടില് വരെ ഭൂകമ്പം നിമിത്തം ഇടിഞ്ഞു വീഴാൻ പോകുകയാണ്. 2, ഒന്ന് വലിയ വീടുകൾക്കും ചെറിയ വീടുകൾക്കും ഒരുപോലെ നാശം സംഭവിക്കാൻ പോകുകയാണ്. രണ്ടാമത്തത് അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അടുത്ത നിമിത്തം ഭൂമി നടുങ്ങുകയും
അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോകുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീല നദി പോലെ പൊങ്ങും, മിസ്രൈമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. ഭൂകമ്പം വന്നപ്പോൾ വലിയ വീടും ചെറിയ വീടും ഇടിഞ്ഞു പോകാൻ പോകുകയാണ്. പ്രവാചകൻ രണ്ടാമത് പറയുന്നു, അവിടേക്ക് വലിയ സുനാമി കയറി വരാൻ പോകുകയാണ്. മിസ്രൈമിലെ നദി പോലെ നദികൾ പൊങ്ങുകയും താഴുകയും ചെയ്യാൻ പോകുകയാണ്. വലിയ ഭൂകമ്പം നിമിത്തം ഒന്ന് ചെറിയ വീടും വലിയ വീടും ഇടിഞ്ഞു പോയി. രണ്ട്, കൃഷിസ്ഥലങ്ങൾ മുഴുവനും സുനാമി കയറി നശിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കൂടാരം വീഴാൻ പോകുകയാണ്. തീർന്നില്ല, അവിടേക്ക് വലിയ യുദ്ധങ്ങൾ കയറി വരുന്നുണ്ട്. അവിടേക്ക് വലിയ വാള് വരുന്നുണ്ട്. അത് 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭൂകമ്പം നിമിത്തം വായിക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട. ഭൂകമ്പം നിമിത്തം ചെറിയ വീട് തൊട്ട് വലിയ വീട് വരെ ഇടിഞ്ഞ് സുനാമി കയറി വാള് വന്ന് എല്ലാ പ്രതീക്ഷകളും തകർന്ന് എല്ലാ അർത്ഥത്തിലും ആ ദേശം വിട്ടോടുന്ന സമയത്ത് അവരോട് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലകത്ത് കൊടുക്കുന്ന ചിന്തയുണ്ടാകുമായിരിക്കാം. നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടാകുമായിരിക്കാം, ഇനി നിനക്കൊരു മടങ്ങി വരവില്ല. ദാവീദിന്റെ കൂടാരം എന്നേക്കുമായിട്ട് വീണുപോയിരിക്കുന്നു. ചെറിയ വീട് തൊട്ട് വലിയ വീട് വരെ അത് നശിച്ചു പോയിരിക്കുന്നു. കൃഷിസ്ഥലങ്ങൾ മുഴുവനും സുനാമി കയറി നശിച്ചിരിക്കുന്നു. ദേശത്തേക്ക് വലിയ ക്ഷാമം വന്നിരിക്കുന്നു. വാള് കയറിയിരിക്കുകയാണ്. അവരെല്ലാ അർത്ഥത്തിലോ സുനാമി നിമിത്തവോ ഭൂകമ്പം നിമിത്തവോ വാള് നിമിത്തവോ ദേശം വിട്ടോടുന്ന സമയത്ത് ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ല എന്ന് വിചാരിച്ച് നാട്ടുകാർ മുഴുവനും വിധി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത ദൂത് കൊടുക്കുകയാണ്, അല്ല, നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കൂടാരത്തെ പൊക്കി കൊണ്ടുവരുന്ന ഒരുത്തൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇന്നു രാത്രിയിലും തകർന്നിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണോ? ഇന്നു രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരുത്തൻ ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നുണ്ട്? സകല പ്രതീക്ഷകളും കഴിഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തോട് അവര് ഭൂകമ്പം നിമിത്ത, വാള് നിമിത്ത, സുനാമി നിമിത്ത തകർന്നിരിക്കുകയാണ്. എല്ലാവരും പറയുന്നു, അവരും സ്വയം പറഞ്ഞു കാണോ, ഇനി ഒരു മടങ്ങി വരവില്ല എന്ന്. അതിന്റെ നടുവിലാണ് എന്റെ കർത്താവ് പറയുന്നത്, അല്ല, നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരുത്തൻ ഇന്നു രാത്രിയിലും വന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് തകർന്നിരിക്കുകയാണോ? വലിയ സുനാമി കയറി തകർന്നിരിക്കുകയാണോ? ഭൂകമ്പം നിമിത്തം, വലിയ കൊടുങ്കാറ്റ് നിമിത്തം തകർന്നിരിക്കുകയാണോ? നിനക്ക് ഒരു മടങ്ങി വരവില്ല എന്ന് വിചാരിച്ച് നാട്ടുകാർ മുഴുവനും വിധി പറഞ്ഞു. എന്റെ കർത്താവിന് പറവാനുണ്ട്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരുത്തൻ കടന്നു വന്നിട്ടുണ്ട്. ഉടമ്പല പക്കല ജീവന കലക. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയോ? എത്ര പേർക്ക് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയോ? എന്റെ കർത്താവ് ഇന്നു രാത്രിനകത്ത് വന്നിട്ടുണ്ട്. ഇന്നു രാത്രികാലം നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, അവരോട് പറയുന്നു, ഞാൻ നിന്നെ വിശാലമാക്കുന്ന ദൈവം കൂടെയാണ്, നിന്നെ ഇടത്തോട്ടും വലത്തോട്ടും പരത്തുന്ന ദൈവം കൂടെയാണ്. എന്റെ മുമ്പിൽ 5 മിനിറ്റ് സമയമുള്ളൂ. ഞാൻ ഒരു വാക്യം കൂടി പറഞ്ഞ് ഇരിപ്പാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 33-ാമത്തെ അധ്യായം അതിന് 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമ്മുടെ ഉത്സവങ്ങളെ ഒരു മിനിറ്റ് നിർത്തണമേ, ഒരു മിനിറ്റ്. 1, കൂടാരത്തെ എഴുന്നേൽപ്പിക്കും. 2, കൂടാരത്തെ വിശാലമാക്കും. 3, 33-ന്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക, നിന്റെ കണ്ണ് ജെറുസലേമിനെ സ്വൈര്യ നിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. ആമേൻ. ഉത്സവങ്ങളുടെ നഗരമായ സിയോനോട് സ്പെഷ്യൽ ആയിട്ട് പരിശുദ്ധാത്മാവ് ദൂത് കൊടുക്കുകയാണ്.
ഒരിക്കലും നീങ്ങിപ്പോകാത്ത കൂടാരം ഉത്സവങ്ങളുടെ നഗരിയായ സിയോനിൽ എന്റെ കർത്താവ് സ്ഥാപിക്കുമത്രേ. സമാഗമന കൂടാരം എന്ന കൂടാരം മോശയുടെ കാലത്താണ് സ്ഥാപിച്ചത്, പക്ഷെ നിലനിന്നില്ല. ശലോമോന്റെ കാലത്തെ ദൈവാലയം വന്നു, നിലനിന്നില്ല, തകർന്നുപോയി. വീണ്ടും അവര് ദൈവാലയം പണിതു. സെരുബാബേലിന്റെ കാലത്ത് നിലനിന്നില്ല. AD 70 തൊട്ട് ഈ പറയുന്ന 2025 വരെ അവർക്ക് കൂടാരമില്ല, സമാഗമന കൂടാരം എന്നൊരു കൂടാരമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം കൊടുക്കുകയാണ്, നിനക്ക് നിന്റെ ഉത്സവങ്ങളുടെ നഗരിയായ സിയോനിൽ, ഉത്സവങ്ങളുടെ നഗരിയായ സിയോനിൽ നീങ്ങിപ്പോകാത്തൊരു കൂടാരത്തെ, നീങ്ങിപ്പോകാത്തൊരു കൂടാരത്തെ നിന്റെ കയ്യിൽ വെച്ച് തരുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നു രാത്രികാലോ എത്ര പേർക്കൊന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയോ? നീങ്ങിപ്പോകാത്തൊരു കൂടാരത്തെ, ആദ്യം കൂടാരത്തെ എഴുന്നേൽപ്പിച്ചോ, വീണ്ടും പരത്താൻ തുടങ്ങി, പിന്നെ പറയുന്നു നീങ്ങിപ്പോകാത്തൊരു കൂടാരത്തെ എന്റെ കയ്യിൽ തരുന്ന, ഉത്സവങ്ങളുടെ നഗരിയായ സിയോനിൽ നീങ്ങിപ്പോകാത്തൊരു കൂടാരത്തെ തരുന്ന എന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നു രാത്രിയിൽ എന്റെ ജീവിതത്തിനകത്ത് നീങ്ങിപ്പോകാത്ത ചില നന്മകളെ നാളുകളായിട്ട് ശത്രു തുടച്ചു നീക്കുമ്പോൾ ഇന്നു രാത്രികാലം നീങ്ങിപ്പോകാത്ത നന്മയെ വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തയോടെ കയ്യിൽ തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്നു രാത്രികാലം എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്നു രാത്രികാലം എന്റെ കർത്താവ് പറയുന്നു, ചില വ്യക്തികൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന എന്റെ കർത്താവ് ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന കർത്താവ്, വിശാലമാക്കാൻ കഴിയുന്ന കർത്താവ്, നീങ്ങിപ്പോകാത്തതിനെ നിന്റെ കയ്യിൽ തരാൻ കഴിയുന്ന കർത്താവ് ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വത്സമാനി ഫ്രീ ആണോ? അതെ മാസ്റ്ററെ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഈ ദൂതിന്റെ മുൻപിൽ? ഇന്നു രാത്രികാലം ഈ കേൾപ്പിച്ച ആലോചനയ്ക്ക് മുൻപിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഈ ജനത്തെ ഓർത്തുണ്ട്. ഇന്നു രാത്രികാലം എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ്, വിശാലമാക്കുന്ന ഒരു കർത്താവ്, ചില തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. അവളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നു രാത്രിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവം മാത്രമല്ല, വിശാലമാക്കുന്ന ദൈവമാണ്. അവൻ നീങ്ങിപ്പോകാത്തതിന് എന്റെ കയ്യിൽ തരുന്ന കർത്താവാണ്. ഇന്നു രാത്രി ആ കർത്താവ് വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൂതിന്റെ മുൻപിൽ ഒരു വാക്ക് വത്സമാനി പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട വചനം ദേവദാസിൽ കൂടി കേൾക്കാൻ കർത്താവ് സഹായിച്ച വൻകൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്, വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ ചെയ്യുന്നവരായിരിക്കാൻ ഞാൻ കൃപ തരണേ കർത്താവ്. 60-100 മേനിയായി ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ കർത്താവ്. വീണുപോയ കൂടാരത്തെ നിവർത്തുന്ന ദൈവം കർത്താവ്, വീണുപോയതിനെ മടക്കി വരുത്തുന്ന ദൈവം കർത്താവെ, ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയവരെ മടക്കി വരുത്തുന്ന ദൈവം കർത്താവെ. എന്റെ അപ്പൻ അസാധ്യമായതൊന്നുമില്ല കർത്താവെ. സ്തോത്രം. മത്സ്യാവളെ മക്കളുടെ അമ്മ കർത്താവെ, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കൂടാരത്തെ നീട്ടിയടിക്കുന്ന ദൈവം, ഹല്ലേലൂയ കർത്താവ്, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ് കർത്താവെ. സ്തോത്രം. ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. കൽപ്പിച്ച വനത്തിന് മുൻപാകെ സമർപ്പിക്കുന്ന കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊക്കെയും കർത്താവെ നിറവുകളാക്കി തീർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. അധികം കർത്താവെ, ഹല്ലേലൂയ. കൃപയോടെ ദൈവമേ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം കർത്താവെ. സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. ദേവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. മൂർച്ചയുള്ളതും മല്ലരും മെതിവണ്ടിയാക്കി തീർക്കണം കർത്താവ്. അനേകരെ ക്രിസ്തുവിനെ നേടുവാൻ, അനേകരെ തീർന്ന വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. അനുഗ്രഹിക്കണമേ, കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാക്കണമേ കർത്താവ്. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവ്, വചനം കേട്ട എല്ലാവരെയും കർത്താവെ, സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ്, പ്രാർത്ഥന കഴിഞ്ഞ കൂടുതലോടെ എഴുന്നേൽക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിനെ. ആമേൻ.
അമീൻ അമീൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ആലോചനകളുടെ ഒക്കെ മുൻപിൽ കർത്താവിന്റെ മുൻപിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടി അഭിഷിക്തനെ ഞങ്ങൾ സ്മരിക്കുന്നു. ആത്മീയ ആശീർവാദത്തിനുള്ള സമയമാണ്. അതിനായി ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറയാമോ? ഓക്കെ, പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രിൻസ് പാസ്റ്ററെ കൊണ്ട് ആശീർവാദം പറയിപ്പിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹമായ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ സൂമീറ്റിൽ കൂടി വരെ കർത്താവ് ഇടിയാക്കിയതിനായി സ്തോത്രം. പാടുവാൻ ദൈവാസിയെ ബലപ്പെടുത്തി ലീഡ് ചെയ്യാൻ ദൈവാസിയെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം കർത്താവേ. സംഘത്തിന് വായിപ്പാനും കർത്താവേ അത് പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം ഞങ്ങളെ ഒരുക്കി കർത്താവേ. അവസാനമായി കർത്താവേ എന്റെ വചനത്തെ ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം ഞങ്ങളോട് സംസാരിച്ചതിനാൽ, വചനം ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടതിനാൽ കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വചനം സംസാരിച്ച ദൈവാസനെ ഒരു പ്രാവശ്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഞങ്ങൾ കൂടി വന്നവർ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലെ സകലവിധ ആത്മീയ പതിമ നന്മകളാൽ ദേശത്തിന്, സഭയ്ക്ക്, രാജ്യങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ തന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, തന്റെ എല്ലാ മേഖലകളിലും, തന്റെ കർത്താവ് ഭാവിയുടെ മണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയും തന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും ഉണ്ടാകണമേ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവേ. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനുള്ള പുതുശക്തിയാൽ പുതുകൃപകളാൽ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. കൂടപ്പെട്ട ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാളാം പ്രതിഭേദരായി രോഗികൾ, ദുഃഖിതർ, ഭാരം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു കർത്താവേ, ദൈവമേ എല്ലാവരെയും കർത്താവേ, ഭവനമില്ലാത്തവര് കർത്താവേ, തലമുറയില്ലാത്തവര്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ കർത്താവ്, ഒരു പഠനത്തിനാൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. സ്വർഗത്തിലെ ദൈവം വചനത്തിൽ കൂടി ഞങ്ങളെ സംസാരിച്ചതിനാൽ സ്തോത്രം കർത്താവ്. ആമോസിന്റെ 9-ാം അധ്യായത്തിന്റെ കർത്താവ് 12 കർത്താവ് പല വിഷയങ്ങളെ പറ്റ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. വചനങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ സ്തോത്രം കർത്താവെ. ദൈവം ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ വിശാലതയെ പറ്റിയും കർത്താവെ